ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജേണി വിത്ത് അനശ്വര. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലാൻ സ്റ്റാൻഡിൻ്റെ വീഡിയോ ആയിട്ടാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാനൊരാളെ പരിചയപ്പെടുത്താം. ഇത് അല്ലു ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുകയാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ കൂടെ കൂടിയേക്കാണ്. ഞാനും വരാം, എന്നെയും കൂട്ടുമോ, എന്നെയും വീഡിയോയിൽ കാണിക്കുമോ എന്നൊക്കെ ചോദിച്ച്. അപ്പം ആളാണ് ഇന്ന് നമ്മുടെ ഈ പ്ലാൻ സ്റ്റാൻഡിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്യണത്. ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്ത് വെച്ചിരുന്നു. സാധനം ഇവിടെ വരുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല, ഓഫീസിലായിരുന്നു. അല്ലു തന്നെയാണ് ഇത് ഓപ്പൺ ഡെലിവറി ആയിരുന്നു. അല്ലു തന്നെയാണ് ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ചിട്ടുള്ള സ്റ്റാൻഡ്. വൈറ്റ് കളറാണ്, അത്യാവശ്യം കൊള്ളാം. പക്ഷേ ഞാൻ ഇത് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു. ഇത് 7 പ്ലാന്റുകൾ നമുക്ക് വെക്കാം. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, ഒത്തിരി ഹൈറ്റുള്ള പ്ലാന്റൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. ചെറിയ പ്ലാന്റ്സാണ് വെക്കാൻ പറ്റുക. ഇതായിരുന്നു ഇതിൻ്റെ ആക്ച്വൽ പിക്ചർ. അതിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അല്ലുവാ ഇപ്പം അല്ലു ഇതൊക്കെ എടുത്ത് വെക്കും. അല്ലു ഒന്ന് അറേഞ്ച് ചെയ്ത്. അല്ലല്ല, അവിടെ നമുക്ക് കുറച്ച് വലിയ ചെടി വെക്കാൻ പറ്റും, ഹൈറ്റിനുള്ളത്. ഹൈറ്റിനുള്ള ചെടി വെക്കാൻ പറ്റും. അല്ല, അവിടെ വെക്കണ്ട, മറ്റേതെടുത്ത് വെച്ചോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇൻഡോറായിട്ട് വെച്ചിരുന്ന കുറച്ച് പ്ലാന്റുകളാണ് നമ്മളെടുത്തിപ്പോൾ വെക്കാൻ പോകുന്നത്. അതിൽ കാണിച്ചിരുന്നപ്പോൾ നല്ല ഭംഗിയുള്ള പോട്ടൊക്കെ ആയിരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ഭംഗി തോന്നിയിരുന്നു. ഈ പ്ലാന്റ് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത് ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് പ്ലാന്റ് സ്റ്റാൻഡ് ഇഷ്ടമായോ? കുഴപ്പമില്ല, കുറച്ച് നല്ല ഭംഗിയുള്ള പോട്ടുകൾ കൂടി വരുമ്പോൾ കുറച്ചുകൂടി ഒരു എലഗൻറ്റ് ലുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് വീട്ടിലുള്ള പ്ലാന്റ്സൊക്കെ വെച്ച് ഇങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സ്പേസ് ലാഭിക്കാമല്ലോ. എന്തായാലും എനിക്കിഷ്ടമായി. ഇത് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നൊരു സാൻസവേരിയയുടെ പ്ലാന്റാണ് ഞാൻ എൻ്റെ റൂമിൽ വെച്ചിരുന്നത്. അതൊക്കെ കൊണ്ട് ഇവിടെ വെച്ചു. ഇതൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്ന അഗ്ലോണിമ, സാൻസവേരിയയുടെ പ്ലാന്റ്. ഈ വെറൈറ്റീസുകളിലാണ് ഇതിൽ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വെച്ചേക്കുന്നത്. ഇനി കുറച്ചുകൂടി നല്ല പോട്ട് മേടിച്ചിട്ട് ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി അന്നേരം കിട്ടുമോ നമുക്ക് അന്നേരം നോക്കാം. പക്ഷേ ഇപ്പോൾ ഉള്ളതൊക്കെ വെച്ച് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലൊരു സ്റ്റാൻഡ് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലൊരു സ്റ്റാൻഡ് വേണമെങ്കിൽ നിങ്ങളെല്ലാവരും മേടിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഇങ്ങനെ പ്ലാന്റൊക്കെ നട്ട് വളർത്തുന്ന ആൾക്കാരാണ്, ഇൻഡോർ പ്ലാന്റൊക്കെ വെക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കാണെങ്കിൽ, സ്പേസ് കുറവുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പം എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ കാത്തിരുന്ന് വാങ്ങിയൊരു സ്റ്റാൻഡാണിത്. എന്തായാലും ഇത് അത്യാവശ്യം യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റിയാൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആളെ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം ഇങ്ങനെയാണ് ഒരു ഫൈനൽ ലുക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓൾറെഡി ഈ ഏരിയയിൽ വെച്ചിരുന്ന പ്ലാന്റാണ് അടുത്തിരിക്കുന്നത്. സാൻസവേരിയയുടെ ഒരു വലിയ പ്ലാന്റ് ആയിരുന്നു ഇവിടെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫൈനൽ ലുക്ക്. ബൈ ഗൈസ്.